ശരിക്കും സിനിമയിലും ജീവിതത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയൊരു സിനിമയായിരുന്നല്ലോ അവളുടെ രാവുകൾ. എങ്ങനെയായിരുന്നു ആ സിനിമയുടെ തുടക്കം? എങ്ങനെയായിരുന്നു? അതും ഇതുപോലെ തന്നെ ഷെരീഫിൻ്റെ ചെറിയ നോവലായിരുന്നു. പക്ഷേ അത് സിനിമയാക്കിയാൽ ശരിയാവില്ല എന്ന് ഡിസ്ട്രിബ്യൂട്ടർ പാവണിയാണ് അതിൻ്റെ. രാമേന്ദ്രൻ പറഞ്ഞപ്പം ഞങ്ങളെ ബാനർ രജിസ്റ്ററായി. മുരളി മൂവീസ് എന്നുള്ള ഞാൻ, ഷെരീഫ്, ഐ വി ശശി എന്നുള്ള ഒരു ബാനർ രജിസ്റ്ററായി കഴിഞ്ഞു. ഞങ്ങൾ എന്തെടുത്താലും ഞങ്ങൾക്കൊരു ഒരു പേര് വന്നു. ഇപ്പം ഒരു റിസ്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്ത പടമാണ്. പക്ഷേ അത് റിസ്കേ ഇല്ലായിരുന്നു ആക്ച്വലി. അത്രയും സൂപ്പർ ഹിറ്റായി. സൂപ്പർ ഹിറ്റായി. ചേട്ടൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, അവളുടെ രാവുകളൊക്കെ നടക്കുമ്പോഴാണ് ഈ ഫിലിം ഫുൾ മാഗസിനില്ലാന്ന് വളരെ കുറച്ചും കിട്ടും എന്നുള്ളത് അറിഞ്ഞു തുടങ്ങുന്നത്. കുറച്ച് ഫിലിമൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടെടുത്ത പടമായിരുന്നില്ല. 80 അടിയോടൊക്കെ ഞാൻ ഒരു സീനൊക്കെ തീർത്തിട്ടുണ്ട്. വളരെ റണ്ണാകുമ്പോഴത്തേ ആക്ഷൻ പറയും, കട്ട് പറയും, അങ്ങനെ തീർത്താണ്. കാരണം ആ ബാങ്കിൻ്റെ കാര്യം മാത്രം എടുക്കും. മനസ്സിലാദ്യം ഫിലിം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടത് എന്താണെന്ന് ആദ്യം അറിയാം. അത് മാത്രം എടുത്തു. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ അവിടെ നിന്ന് ഒരു ക്യാമറ അപ്പുറം ഒരു ക്യാമറ ഇപ്പം ചെയ്യാറുണ്ട്. പക്ഷേ അന്ന് അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ഫെസിലിറ്റി മാത്രമല്ല, അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ പിന്നീടൊരു സിനിമയുടെ ഒരു മേക്കിങ്ങിലൊരു ലാവിഷ്നെസ് വന്നല്ലോ. നമുക്ക് ഒരു സീൻ തന്നെ അതെ ഒരുപാട് ഷോട്ട്സ് എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് വേണ്ടത് നോക്കി മുറിച്ചെടുക്കുക. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു കാലഘട്ടം വന്നപ്പോൾ ചേച്ചേട്ടൻ എന്താ തോന്നുന്നത്? മറ്റേ നമ്മൾ ആ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയെടുക്കുന്ന അത് തന്നെയായിരിക്കും ബെറ്റർ റിസൾട്ട് ഉണ്ടാവുക? അല്ല, ഞാൻ 2-3 ക്യാമറ ഉണ്ടെങ്കിലും അത് ക്യാമറൻ്റെ ലെൻസ് വരെയായിരിക്കും, അതിൻ്റെ ഷോട്ട് വരെയായിരിക്കും. അത് മൂന്നും യൂസ് ചെയ്യുന്ന ഷോട്ടേ വയ്ക്കുള്ളൂ. അല്ലാണ്ട് ഒരേ ഷോട്ട് തന്നെ ഒരേ ആംഗിൾ വെച്ചിട്ട് എടുത്തിട്ട് യാതൊരു കാര്യമില്ല. വലിയ ക്രൗഡഡ് സീനൊക്കെയാണ് നമുക്ക് എന്താ അറിയുമോ, ഈ ഒന്നാമത് ചിലത് ഞാൻ ക്യാമറ ആൾക്കാർ ഈ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുമ്പം നമ്മൾ ക്യാമറയിൽ അവർ ശ്രദ്ധിക്കാൻ. ഞാൻ ഇപ്പോഴും ആദ്യം ആർട്ടിസ്റ്റിനെക്കാളും കൂടുതൽ ബാക്ക്ഗ്രൗണ്ടാണ്. കാരണം അടുത്ത ക്യാമറ നോക്കി കഴിഞ്ഞാൽ കാണിച്ചാൽ വൃത്തിയിടാവും. അതുകൊണ്ട് ഒരു കാരണം എപ്പോഴും എൻ്റെ ആർട്ടിസ്റ്റിനേക്കാളും കൂടുതൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ആരെ എന്ത് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അവിടെ കട്ട് ചെയ്യും. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഈ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ശരിക്കും പഠിച്ചു. അപ്പോൾ ഈ ഒരു ക്യാമറ ചിലപ്പോൾ വെറുതെ ക്രൗഡിനെ എടുക്കാൻ വേണ്ടി ആയിരിക്കില്ല, ക്രൗഡിനെ പറ്റിക്കാനുള്ള ക്യാമറ ആയിരിക്കും. ശരി, അവരത് നോക്കിയാൽ അവർ നോക്കുന്ന വ്യൂ നമുക്ക് വേണ്ടത് ആ വ്യൂ പോയിൻ്റ് ആയിരിക്കും.